ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സംഭവങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോക്ക്. കണ്ണന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തലയിൽ തുണി ഇട്ടേക്കണേ. മറ്റേ വെള്ളാട്ട പോകര് പോണ പോലെയാണ് എൻ്റെ കണ്ണൻ പൊക്കൊണ്ടിരിക്കണേ. ഇവിടെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. അതുകൊണ്ടാണ് ഈ ചൂടും വെയിലും ഉള്ളതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഈ വഴിത്താരയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ചൂലാണ്. ചൂലെന്ന് പറയുമ്പോൾ ഈ പുല്ലില്ലേ, ഈ പുല്ലിൻ്റെ മണ്ടയ്ക്ക് പൂത്ത് നിൽക്കുന്ന പൂവില്ലേ, ആ പൂവിനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചൂലുണ്ടാക്കാൻ പോണേ. മറ്റേ നമ്മുടെ ഈർക്കിലിൻ്റെ ചൂലുണ്ടല്ലോ, എനിക്ക് ആ സാധനം ലാസ്റ്റ് ചെയ്യാറേ ഇല്ല. മാക്സിമം പോയാൽ രണ്ടാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കാറേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് മറ്റേ പനയോലയോ അങ്ങനെ എന്തോ മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ വരിഞ്ഞ് തരുന്ന വേറൊരു ചൂലുണ്ടല്ലോ, ആ ചൂലിനെ മേടിച്ചിട്ട് ഉണ്ണിയമ്മൻ്റെ ഇടയിൽ നിന്നാന്ന് തോന്നുന്നു വെച്ച് മേടിച്ചുകൊണ്ട് വന്ന്. എത്ര രൂപയാണെന്ന് അറിയാൻ പാടില്ല. ആ സാധനം എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല. അത് ഒടിഞ്ഞും ഇളകിയൊക്കെ പോകുന്നുണ്ട്, നിൽക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്വന്തമായിട്ട് ഇറുക്കിൽ വെട്ടി തന്നെ ചൂലുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ആസാമികളുടെ നമ്മളെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന അവരുടെ വീട്ടിലോട്ട് നമ്മളൊരു കാര്യത്തിന് പോയപ്പോഴത്തേക്ക് അവരുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഈ ചൂല് കിടക്കണേ ഞാൻ കണ്ടു. അവർ ഈ പുല്ലിൻ്റെ പൂവ് വെച്ചിട്ടാണ് അവർ ചൂലുണ്ടാക്കണേ. പക്ഷേ അവരുണ്ടാക്കുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നല്ലോണം ഉണങ്ങി അതിനകത്ത് നിൽക്കുന്ന പൂവുണ്ടല്ലോ അത് നല്ലോണം ഉണങ്ങി വിത്തായി കൊഴിഞ്ഞു പോയതിന് ശേഷമാണ് അവരതെടുക്കണേ. പക്ഷെ ഞാനിന്ന് അത് ഉണങ്ങാണ്ട് തന്നെ വെട്ടിയെടുക്കുകയാണ്. നല്ല വെയിലുണ്ട്, അപ്പം പറിച്ചിട്ട് ഉണക്കാൻ വയ്ക്കുമ്പോഴത്തേക്കും സെറ്റാകുമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അവിടെ നല്ല വെയിലും നല്ല ചൂടുള്ളതുകൊണ്ട് കുറച്ച് മാത്രം പറിച്ചിട്ട് ഞങ്ങൾ മൂർസംഘം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന് അത് വെയിലത്തോട്ടിട്ടതിന് ശേഷം വൈകുന്നേരം എങ്ങാനും വെയിൽ താന്നിട്ട് പോയി പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്നാൽ ഇതേപോലെ മൊത്തവും പറിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൻ്റെ മണ്ടയ്ക്ക് ഉണക്കാനായിട്ടിട്ടുണ്ട്. ഒരു 3-4 ദിവസം കൊണ്ട് ഇതേ വെയിലും ചൂടുവാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് സംഭവം സെറ്റായി കിട്ടും. കൂട്ടി ഇടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലുള്ളതിനനുസരിച്ച് മാറ്റിയിട്ടിട്ട് ഉണക്കിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അതിൻ്റെ പൂവ് നല്ലോണം കൊഴിഞ്ഞു പോണ രീതിക്ക് ഉണങ്ങി കിട്ടണം, എന്നാലേ നമ്മുടെ ചൂല് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ 3-4 ദിവസത്തിന് ശേഷമുള്ള സംഭവമാണിത്. ഇതിനിടയിലൊരു മഴ പെയ്ത് അതിൻ്റെ തണ്ട് ചെറുതായിട്ടൊന്ന് കോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം എനിക്ക് ഇടേണ്ടി വന്നു. എന്നാലും അത്യാവശ്യം നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെല്ലാം കൂടെ വാരിക്കൂട്ടി എടുക്കുമ്പോഴത്തേക്കും ഓരോന്നിൻ്റെയും അളവ് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പൂവൊക്കെ ഏറെക്കുറെ തനിയെ സ്വന്തമായിട്ട് തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒന്നൊന്നായിട്ട് പറക്കിയെടുക്കുകയാണേ. ഇതേപോലെ ഓരോന്നായിട്ട് പറക്കിയെടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ വെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അതിൽ ഇലയുണ്ടായിരുന്നു. ആ ഇലയുടെ ആ ഒരു ഭാഗം നമ്മൾ ഇളക്കി കളയണം. ഉണങ്ങിയതുകൊണ്ട് തന്നെ ഇളക്കി കളയാൻ വലിയ പാടൊന്നുമില്ല. ഉണങ്ങിയതായതുകൊണ്ട് തണ്ട് ഒടിഞ്ഞു പോകത്തില്ല. ഈ ഇലയുടെ പോർഷൻ ഇളക്കി കളയുമ്പോഴത്തേക്കും തണ്ട് ഒടിഞ്ഞു പോകാണ്ട് കിട്ടണം. തണ്ടുണ്ടെങ്കിലേ നമുക്ക് ചൂലിന് നീളം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ഞാൻ ഈർക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൻറ്റർ പോർഷനിൽ ഒരു തടിയോ സപ്പോർട്ടിന് അങ്ങനെ ഒന്നും കൊടുക്കണില്ല. ഇതിൻ്റെ തന്നെ തടി, അതായത് ആ ഒരു പൂവിൻ്റെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അത്രയും കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പറക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ 3/4 ഭാഗത്തോളം ഉള്ളതും കൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതിനെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ നെല്ല് അടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നെല്ലടിച്ചാണല്ലോ നെല്ലിനെ കൊഴിക്കുക. അതേപോലെ ഈ പൂവിനെ കൊഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നൊരു താബൂക്കിൻ്റെ മണ്ടയ്ക്കോട്ട് അത് വെച്ച് അടിക്കുന്നുണ്ട്. ഭയങ്കര ഉറക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ പൂവിരിക്കുന്ന തണ്ടുകളുണ്ടല്ലോ അത് ഒടിഞ്ഞു പോവാണ്ട് പതിയെ മെല്ലെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ഷമ വളരെയധികം വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോവും. എനിക്ക് ആദ്യം ക്ഷമയില്ലാണ്ട് ഞാൻ ചെയ്തപ്പോഴത്തേക്കും സംഭവം കുറച്ചൊക്കെ ഒടിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണത്. അപ്പോൾ എല്ലാം സെറ്റായി. നമ്മൾ ഏറെക്കുറെ കൊഴിച്ച് കളഞ്ഞു. അതിൽ കുറച്ച് ഭാഗത്ത് വീണ്ടും ഉണ്ട് കേട്ടോ. അത് അടിച്ചിട്ടൊന്നും കൊഴിയണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തൂക്കുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോട്ടേന്ന്. അപ്പോൾ എൻ്റെ ബേബിയുടെ കുട്ടിക്കാലാണ് കണ്ടത്. ഇതേപോലെ ഞാൻ പൂവിൻ്റെ ഭാഗം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് തണ്ട് താഴ്ഭാഗത്തോട്ട് വരത്തക്ക രീതിക്കാണ് കേട്ടോ എടുത്ത് വയ്ക്കണേ. പൂവെല്ലാം ഒരു സൈഡിലും തണ്ട് താഴ്ഭാഗത്തോട്ടും ആക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് പറക്കി സെറ്റ് ചെയ്ത് അടുക്കി വെക്കണം. അപ്പം നമുക്ക് അടുക്കി വയ്ക്കാം.
അടുക്കി എടുത്തതിന് ശേഷം നമ്മുടെ മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന ചൂലിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയായിരിക്കും ചുറ്റി വരിക. ഇവിടെ നോക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു തുണി കീറി അതിനെയാണ് കേട്ടോ കെട്ടിക്കൊടുക്കണേ. ഇതേപോലെ കെട്ടിയിട്ട് അങ്ങ് തുമ്പ് വരെ നമ്മൾ ആ പിടിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടം വരെ തുണി ഞാൻ ചുറ്റി കൊടുക്കണുണ്ടേ. ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുറ്റളവ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച്, അതായത് ആ തുമ്പിലോട്ട് എത്തുന്ന രീതിക്ക് അനുസരിച്ച് നിങ്ങൾ കുറച്ച് ഈർക്കിലെന്ന് പറയാം കേട്ടോ അതിൻ്റെ തണ്ടിനെ, ആ ഈർക്കിലിൻ്റെ ഇടയിലോട്ട് നൂലിനെ ഒരു 5 ഈർക്കിലിൻ്റെ ഇടയിലോട്ട് ഈ നൂലിനെ ഇറക്കുക, വീണ്ടും ചുറ്റുക, വീണ്ടും 5 ഈർക്കിലിൻ്റെ ഇടയിലോട്ട് നൂലിറക്കുക, വീണ്ടും ചുറ്റുക, അങ്ങനെ ചെയ്തെടുക്കണമേ. അപ്പോൾ ദേ ചൂല് കെട്ടിയെടുത്തു, ഞാൻ തൂക്കാനും തുടങ്ങി. സംഭവം നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ നീങ്ങി പോകുന്നുണ്ട്. മറ്റേ ചൂലിനെ പോലെ അതിൽ നിന്ന് കൊഴിഞ്ഞ് വീഴുന്ന പൊടിയും കാര്യങ്ങളൊന്നുമില്ല, ഒടിഞ്ഞും വരുന്നില്ല, നല്ല വൃത്തിക്ക് തൂത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പുല്ല് ഈ മടത്തറവാലോട് ഏരിയയിൽ ആരെങ്കിലും ആണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടത്തറ പമ്പിലെത്തുന്നതിന് തൊട്ട് മുന്നേ വലത് സൈഡിലായിട്ട്, നമ്മളിവിടെ നിന്ന് മടത്തറോട്ട് പോകുമ്പോഴത്തേക്കും പമ്പ് എത്തുന്നതിന് തൊട്ട് മുന്നേ വലത് സൈഡിലായിട്ട് ഒത്തിരി നിപ്പുണ്ട്. അവിടെ നിന്ന് പറിച്ചാൽ മതി. ആൾക്കാർ ഇറങ്ങി പറിക്കുമ്പോഴത്തേക്ക് എന്താ ഇതെന്തിനാ എന്നൊക്കെ ചിന്തിക്കും. വലിയ ആരെയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ആവശ്യം നടക്കണമെന്നാണല്ലോ നമുക്ക് മെയിൻ. അപ്പോൾ അവിടെ നിപ്പുണ്ട് ഈ പുല്ല്. ഇവിടെ വന്ന് പറിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം തരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് 2 വീട്ടുകാർക്ക് വേണം. ഇപ്പം തന്നെ അത് തികയുന്നില്ല. അപ്പം സംഭവം സെറ്റായി. എൻ്റെ ചൂലെങ്ങനെയുണ്ട് കുട്ടികളെ, ഇഷ്ടമായോ നിങ്ങൾക്ക്? എൻ്റെ കാലിൻ്റെ, അതായത് കാലിൻ്റെ പാദം മുതൽ എൻ്റെ ഇടുപ്പിൻ്റെ ആ ഒരു സൈഡ് വരെ നീളമുണ്ട് ഈ സംഭവത്തിന്. അതിൻ്റെ തണ്ട് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ, വേറെ ഒരു ഈർക്കിലോ ഒരു തണ്ടോ വെച്ചിട്ടില്ല. അപ്പോൾ അത്രയും നീളത്തിന് കിട്ടുന്നുണ്ട്. എനിക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നിട്ട് തൂക്കണത്. ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കൊക്കെ സെറ്റ് സംഭവിക്കും, നീളം കറക്റ്റായിരിക്കും. പഴയ ചൂലും പുതിയ ചൂലും അങ്ങനെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് കടയിൽ നിന്ന് മേടിച്ച ചൂലും ഈ ഞാൻ ഉണ്ടാക്കിയ ചൂലും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതേ കണ്ടോ, പ്ലാസ്റ്റിക് വരഞ്ഞതാണ് മറ്റേ ചൂല്, ഞാൻ തുണി വെച്ചിട്ടാണ് വരഞ്ഞത്. മറ്റേ ചൂലാണെന്നുണ്ടെങ്കിൽ കൊഴിഞ്ഞു വീഴും, അതുകൊണ്ട് അവർ കമ്പി കെട്ടിയിട്ടുണ്ട്. കമ്പി കെട്ടിയാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു വീഴും. പക്ഷേ എൻ്റെ ചൂലിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നില്ല. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ലെങ്തൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ചൂല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു ഗൈസ്.